അസ്സലാമലൈക്കും, നമസ്കാരം, ഹലോ, ഹായ് 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 ഓൾ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പിന്നെ നിങ്ങളെ മുമ്പിലേക്ക് വീണ്ടും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മോണിറ്റൈസേഷനനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെറുങ്ങനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടോ. ചാനലൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ല, എന്താണ് ചാനലിൽ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത് കുറഞ്ഞ ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ അതുപോലെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനി മുന്നോട്ട് പോക്ക് എടുക്കുള്ളൂ. ഒരുപാട് പേരെ ചേർത്ത് പിടിക്കൽ കൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിയത്. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ 8K അല്ലേ, 8K എൻ്റെ മേലൊക്കെ എത്തിയിട്ടുണ്ട് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പോൾ തുടർന്നും വേണം നിങ്ങളൊക്കെ ചേർത്ത് പിടിക്കൽ. അപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ ആയി, വർഷങ്ങളായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മലപ്പുറം ബാബാസ് മുത്തുമണി കുറേ പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ ചാനൽ തുടങ്ങിയതും. അങ്ങനെ സ്നേഹത്തിൻ്റെ നെയിം ഇട്ട് സ്നേഹദിനം കിങ് സ്റ്റാർ കെല്ലൂർ എന്നിട്ട് അങ്ങനെ മുന്നോട്ടിങ്ങനെ പോവുകയാണ്. കിങ് സ്റ്റാർ കെല്ലൂരിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത് നാട്ടിൻ്റെ പേരാണ് കെല്ലൂർ. സിദ്ദീഖ് കല്ലൂർ വയനാടാണ് എൻ്റെ പേര്. സിദ്ദീഖാണ്, അറിയാത്തവർക്ക് കേട്ടോ. സിദ്ദീഖ് കല്ലൂർ വയനാട് എൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ്. അതിൻ്റെ തന്നെ ഞാൻ പറഞ്ഞു സെറ്റ് കേടായതുകൊണ്ടാണ്. സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലായിരുന്നു, സപ്പോർട്ടിങ് ചാനലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിപ്പോൾ നന്നാക്കി കൊടുത്തിരുന്നു പറഞ്ഞിരുന്നു. അങ്ങനെ മോണിറ്റൈസേഷൻ്റെ വിഷയമാണ് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത്രയും വർഷങ്ങളായിട്ട് എന്തായി കുറേ ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം. പടച്ചോൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, കുറച്ചല്ല കുറേ മാസമായി മുമ്പ് എല്ലാവരും സപ്പോർട്ടും കൊണ്ട് അൽഹംദുലില്ലാ മോണിറ്റൈസേഷൻ എന്ന കടമ്പ ഓരോരുത്തർ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നല്ലേ 1K ആവണമെന്നും അത് കഴിഞ്ഞിട്ട് മോണിയാണെന്നൊക്കെ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഏണിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോരുത്തർക്ക് വിധി പോലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ എന്താ പറയുക മാറ്റി വെച്ചിട്ട് ഇതിനായിട്ട് മെനക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സക്സസ് ആവാനാവും എന്നറിയില്ല. കാരണം യൂട്യൂബിലെ കണ്ടൻറ്റും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ കുക്കിംഗ് ചാനലാണെങ്കിൽ, ഇനി പാട്ട് പാടുന്നതാണെങ്കിൽ, ഞാൻ പാട്ടുകാരനെന്നല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് വിടും. വിദേശത്തുള്ള ഒരു വീട്ടിൽ നിന്ന് വേളയിലൊക്കെ മൊബൈലൊക്കെ കേട്ടിട്ട് ഇപ്പോൾ കുറേയായി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ. അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ലൈവും കാര്യങ്ങളൊക്കെ തുടരുന്നുണ്ട്. അതിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ഡ്യൂട്ടി ടൈമൊക്കെ മാറിയത് കൊണ്ട് ലൈവ് പണ്ടത്തെ പോലെ 8 മണിക്ക് ഇന്ത്യൻ സമയം 8:30 ഒന്നും ഇടാൻ പറ്റാത്ത സ്ഥിതിയായതുകൊണ്ട് ചിലപ്പം പുലച്ചൊക്കെ ആയിരിക്കും, അതിരാവിലെ ആയിരിക്കും, പിന്നെ ഒന്നില്ലെങ്കിൽ സ്ലീപ്പിംഗ് ലൈവ് ആയിരിക്കും. അങ്ങനെയൊക്കെയാണ്. എന്നാൽ നിങ്ങളൊക്കെ അതിലൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളൊക്കെ അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സന്തോഷമുണ്ട്. അങ്ങനെ മോണിറ്റൈസേഷൻ എന്ന കടമ്പ അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്ന, ചാനലുകാരൊക്കെ ആഗ്രഹിക്കുന്ന കടമ്പ അൽഹംദുലില്ലാ കടന്നിരുന്നു. പക്ഷെ ഞാനത് പബ്ലിക്കാക്കിയിട്ടൊന്നുമില്ല. ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ട് തുടങ്ങിയെന്നല്ലായിരുന്നു നമ്മുടെ ഈ ചാനൽ. അങ്ങനെ നിർബന്ധിച്ച് ഇതാക്കിയപ്പോൾ ഇത് തുടങ്ങിയതാണ്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേരൊക്കെ സപ്പോർട്ട് ചെയ്ത് അത് പ്രകാരം തന്നെ വാച്ചവറും കാര്യങ്ങളും വീഡിയോസിനാണ് കൂടുതൽ ലൈവിനും അതൊക്കെ സപ്പോർട്ട് ചെയ്തവരുണ്ട്. അന്ന് സോങ്സൊക്കെ പാടുമ്പോൾ പാട്ടുകാരനല്ലെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഇപ്പോൾ മുമ്പത്തെ വീഡിയോസിനൊക്കെ. പിന്നീട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും നിങ്ങളൊക്കെ തുടർന്നും വേണം. ലൈവ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സപ്പോർട്ട് ഉണ്ടാകണം. അങ്ങനെ മോണിറ്റൈസേഷൻ ആയി. അത് പിന്നെ അങ്ങനെ പബ്ലിക് ചെയ്തില്ല എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം നിങ്ങൾക്ക് ആർക്കും ആലോചിക്കും വേണ്ട കേട്ടോ, ഞാൻ നീട്ടി വലിച്ച് പറയുന്നുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കണേ, ഒന്നും വിചാരിക്കരുത്. പിന്നെ ഞാനിങ്ങനെ ഇതേപോലെ വീഡിയോസ് വന്നിട്ട് ഇങ്ങനെ പറയൽ കുറവല്ലേ, എപ്പോഴെങ്കിലും പാട്ടൊക്കെ പാടാമല്ലാണ്ട്. ആദ്യമായിട്ട് പാടിയ പാട്ടാണ് ഉമ്മാൻ്റെ പാട്ട്. ഞാൻ തുടങ്ങിയ ഫുള്ള് പാടിയ പാട്ട് ഉമ്മ മരണപ്പെട്ടതിന് ശേഷം കൊറോണയുള്ള സമയത്തായിരുന്നു, ഇവിടെ ഉള്ള സമയത്തായിരുന്നു. പിന്നെ സൗദി അറേബ്യയിൽ എനിക്കൊക്കെ അവസാനം കാണാൻ പറ്റിയിരിക്കില്ല. ഉമ്മാൻ്റെ പാട്ടാണ് ആദ്യം പാടിയത്. കനീവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണെൻ്റെ പൊന്നുമ്മ, ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. ആദ്യമായിട്ട് ഞാൻ പാടി നോക്കിയ പാട്ടാണ് അത് കേട്ടോ.
അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം പുറത്തു കൊടുക്കട്ടെ, ആഖിറത്ത് നന്നായി കൊടുക്കട്ടെ. നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞ മാതാപിതാക്കൾക്ക് ഒരുപാട് പേര് മണ്ണറയിലാണ്. അവരൊക്കെ അവരുടെ ജീവിതമൊക്കെ പഠിച്ച് സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഖൈറും ബർക്കത്തൊക്കെ നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളൊക്കെ തീർത്ത് സന്തോഷം ജീവിതത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നാനാജാതി മതസ്ഥരൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കുന്നവർക്കുണ്ട്. അവരുടെ ജീവിതത്തിൽ പഠിച്ചവൻ്റെ അനുഗ്രഹങ്ങളൊന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അങ്ങനെ മോണിറ്റൈസേഷൻ കഴിഞ്ഞു, കാര്യത്തിലേക്ക് തന്നെ കിടക്കുക. അതിനുശേഷം നിർഭാഗ്യവശാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ പേരിൽ എനിക്കൊരു പണി കിട്ടി. അതൊരു എന്താ പറയുകയെന്ന് വെച്ചാൽ അറിയാതെ വന്നതാണ് എന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ സപ്പോർട്ടുണ്ട്, അദ്ദേഹം സപ്പോർട്ടുണ്ട്, ഞാൻ തിരിച്ചു സപ്പോർട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അത് പിന്നെ നമ്മുടെ വേറെയും സുഹൃത്തുക്കളൊക്കെ മുഖാന്തരം പിന്നെ ഇടപെട്ട് അത് ശരിയാക്കിന്. പക്ഷെ ഞങ്ങൾ സൗഹൃദം കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. ഇന്ന് ചിലപ്പോൾ അബദ്ധവശാൽ പറ്റിയതായിരിക്കാം. അങ്ങനെ ഭാഗ്യക്കുറീൻ്റെ ഒരു പൈസ, വലിയൊരു പൈസ എൻ്റെയാണ്. ഞാൻ അതിൽ കമൻറ്റ് വന്നപ്പോൾ ലൈവിലായിരുന്നു, അതെനിക്ക് ഡിലീറ്റ് ആക്കാൻ വിട്ടുപോയി. അപ്പോൾ തിരിച്ച് അദ്ദേഹം ഡിലീറ്റ് ആക്കിയില്ല, അങ്ങനെ പോയി. അങ്ങനെ അതിനാണ് എനിക്ക് പണി കിട്ടിയത്. അതിങ്ങനെ മാസങ്ങളിങ്ങനെ എൻ്റെ ചാനൽ കിടന്ന് പണി യൂട്യൂബ് മാമൻ പിന്നെ പണി ഒഴിവാക്കി തന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം മോണിറ്റൈസേഷൻ്റെ പിന്നെ കൊളായി, മോണിറ്റൈസേഷനും പോയി. പിന്നെ അതിനുശേഷം ഞാൻ ട്രൈ ചെയ്തപ്പോൾ അപ്പീലിൻ്റെ ഇത് വന്നപ്പോൾ അത് ചെയ്തപ്പോൾ റീയൂസിൻ്റെ പ്രശ്നം വന്നിട്ട് പിന്നെയും കൊളായി. അങ്ങനെ വീണ്ടും പിന്നെ ശ്രമിക്കാൻ വേണ്ടി നോക്കി നോക്കുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ അതിനെടുക്ക് നാട്ടിലേക്ക് പോയി തിരിച്ചു വന്നു. ഒരു വർഷമായിട്ടില്ല, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നാട്ടിൽ പോയി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ അവിടെ നിന്ന് ലൈവൊന്നും മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ വാച്ച് വർക്ക് ഡൗണായി പോയി. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഡ്യൂട്ടി ടൈമൊക്കെ മാറിയതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ആദ്യം ഇട്ട പോലത്തെ ലൈവ് ഇടാൻ പറ്റാത്തതുകൊണ്ട് എന്തായി, ആ വാച്ച് വർക്ക് വീണ്ടും സെറ്റായി വന്നില്ല പെട്ടെന്ന്. അങ്ങനെ എന്നാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഉറക്ക ലൈവ്, അല്ലാത്ത ലൈവൊക്കെ ആക്കിയിട്ട് വിട്ട് അങ്ങനെ അത് കാണുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ കാണുമ്പോൾ കുറച്ച് സമയമൊക്കെ സപ്പോർട്ട് ചെയ്യാം. പ്രത്യേകിച്ച് എൻ്റെ ചാനലിൻ്റെ ഉടമ ആവാസ് മുത്തുമണിയൊക്കെ ഓളൊക്കെ അത് ഓണാക്കിയൊക്കെ വെക്കും. എൻ്റെ ലൈവൊക്കെ കാണുമ്പോൾ ഞാൻ ഉറങ്ങുകയാണെങ്കിലും ഓണാക്കി വെക്കും. അപ്പോൾ അങ്ങനെ ഇതാക്കി തന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. എൻ്റെ മോണിറ്റൈസേഷൻ ഫസ്റ്റ് ടൈമിൽ ചെയ്തെന്ന ആളെ നമ്മൾ ഏജൻസി ഫോട്ടോഗ്രാഫി നമ്മൾ അലിക്കാന്നറിയും, വാട്സപ്പ് കൂട്ടായ്മ, ചാറ്റിലുമായി വാട്സപ്പ് കൂട്ടായ്മ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആളുകൾക്കുള്ള ഇതിൽ ഞാനും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ അങ്ങനെ മൂപ്പറായിട്ട് ഇങ്ങനെ എൻ്റെ സംഗതി അറിഞ്ഞപ്പോൾ മൂപ്പർ ചെയ്തു തരാൻ എന്നിട്ട് അങ്ങനെ മൂപ്പരായിരുന്നു ആദ്യം ചെയ്തത് കേട്ടോ. പിന്നീട് നമുക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ നമ്മൾ യൂട്യൂബിൽ തന്നെ അടുത്ത് ഇടവേകുന്ന കുറേ ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ഇങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ അദ്ദേഹം ചെയ്യും, അല്ലെങ്കിൽ ഷമീർക്ക് വേറെ ആരെങ്കിലും ചെയ്ത് തരും. പക്ഷേങ്കിൽ റീയൂസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. മാക്സിമം നമ്മളെ കണ്ടൻറ്റ് തന്നെ ചിലപ്പോൾ റീയൂസറായിട്ട് വരും. 2 പ്രാവശ്യമൊക്കെ ഇട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ചിലപ്പോൾ ചില വീഡിയോസ്, വലിയ വീഡിയോസ്, ലോങ് വീഡിയോസ് ഇട്ട് അതിൻ്റെ ഷോർട്ടൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ റീയൂസിൽ പ്രശ്നം വരും. 2 പ്രാവശ്യമായി പോയി കഴിഞ്ഞാൽ അതും വരും. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തംബ്നെയിൽ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ നമ്മളിപ്പോൾ എന്താ പറയുക, ശ്വാസം പെടുന്നെങ്കിൽ യൂട്യൂബ് അവരോട് ചോദിക്കേണ്ട സ്ഥിതിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാം. ഞാൻ പിന്നെ ഒരു സൈഡായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതുകൊണ്ട് അത്ര ടെൻഷൻ ഇല്ല. പക്ഷെങ്കിൽ ഇതന്നെ എന്താ പറയുക, ചാനലിന് എന്തായാലും ഇൻകം കിട്ടണം, അല്ലെങ്കിൽ അതുമായിട്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് പോകുന്ന ആളുകളാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് താങ്ങാൻ പറ്റാത്ത സംഗതിയല്ല ഇപ്പോൾ. അതുകൊണ്ട് നമ്മളെ വേറെ പരിപാടി നടക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കണം. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് സോഷ്യൽ മീഡിയ അല്ലേ, യൂട്യൂബായാലും ഏതാണെങ്കിലും. അപ്പോൾ അത് ചിലപ്പോൾ നല്ല രീതിയിൽ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ, ചിലപ്പോൾ സ്റ്റക്കായി നിന്ന് പോകാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജീവിതം വേറെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വേറെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. നല്ല സൗഹൃദങ്ങളൊക്കെ ഒന്ന് കീപ്പ് ചെയ്യാം. അപ്പോൾ മുത്തുമണികളെ പറഞ്ഞ് ബോറടിപ്പിച്ചതിൽ ക്ഷമിക്കുക. അങ്ങനെ എൻ്റെ മറ്റേ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ മോണിറ്റൈസേഷൻ ഇനിയും രണ്ടാമത് ശ്രമിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ റീയൂസർ കണ്ടൻറ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് വീണ്ടും പിന്നെ വാച്ചവറും കൂടി 4000 വാച്ചവറും കൂടി ആവണം. അത് കുറച്ചും കൂടി ഇനിയും ആവണം. കാരണം വാച്ചവറൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു, എല്ലാവരും സപ്പോർട്ടും കൊണ്ട്. പക്ഷേ ഇനിയിപ്പോൾ പിന്നെ വാച്ചവറൊക്കെ കുറഞ്ഞു പോയി. പിന്നെയും ഇനിയിപ്പോൾ കുറച്ചുകൂടി വാച്ചവർ വേണം. അതൊക്കെ അതിന് ശേഷമാണ് വീഡിയോസൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അൺലിസ്റ്റഡ് പ്രൈവറ്റ് എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മുടെ വാച്ചവറൊക്കെ ചിലപ്പം ഇങ്ങനെ വാച്ചവറൊക്കെ കുറയും.
അപ്പോൾ അതിലുള്ള വാച്ചവരൊക്കെ കുറഞ്ഞു പോകും. പിന്നീട് ലൈവ് കാര്യങ്ങളും അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ മുത്തുമണികളൊക്കെ കൂടി സപ്പോർട്ട് ചെയ്യുമ്പോൾ വാച്ചവരൊക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും ശ്രമിക്കാൻ പറ്റും ഇൻഷാ അല്ലാ. അത് പിന്നെ നമുക്കൊന്നുകൂടി ശ്രമിച്ച് നോക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടാവണം. ഓക്കെ, എനിക്ക് ചേർത്ത് പിടിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ബോറടിപ്പിക്കലെല്ലാം തീർന്നിട്ടോ പാട്ടിന് പകരം. ഓക്കെ, അപ്പോൾ എല്ലാവരും സഹകരിക്കുന്ന എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു. പഠിച്ചതാകുമ്പോൾ നമ്മളൊക്കെ പ്രയാസങ്ങളൊക്കെ തീർത്ത് എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. നമ്മൾ ഏർപ്പെടുന്ന നല്ല കാര്യങ്ങളൊക്കെ വിജയം നൽകട്ടെ. അതുപോലെ യൂട്യൂബായിട്ട് പോകുന്ന നമ്മളെ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഒരു കാര്യമായി തീരണം എന്നൊക്കെ, അവർക്കൊക്കെ പഠിച്ചവൻ എളുപ്പം അതൊക്കെ സാധിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സി യു. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് നല്ലത് കാണാമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, എന്നാൽ താങ്ക് യു.